ഇന്ന് രമേശ് ചെന്നിത്തല സൂചിപ്പിക്കുകയുണ്ടായി. KPCC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിന് നിരവധി പരാതികൾ ലഭിച്ചിരുന്നു എന്നാണ് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവ് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? KPCC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും നിരവധി പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് CPM ഉണ്ടാക്കിയതാണോ? ഏതെങ്കിലും മാധ്യമപ്രവർത്തകർ ഉണ്ടാക്കിയതാണോ? കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് AICC വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ഇന്ന് കോഴിക്കോട് നടത്തിയ പത്രസമ്മേളനത്തിലാണ് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി പരാതികൾ KPCC പ്രസിഡന്റ് ശ്രീ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും കിട്ടിയിട്ടുണ്ട്. ആ ബോധ്യത്തിൻ്റെ പുറത്താണ് നേതാക്കൾ അയാളെ പുറത്താക്കിയത്. അങ്ങനെ നേതാക്കളുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്താക്കിയ ഒരു രാഹുലിന് അനുകൂലമായി KPCCയുടെ മുഖപത്രമായ വീക്ഷണത്തിൽ ലേഖനം വരുന്നത് ഉചിതമാണോ എന്ന് അങ്ങ് ഒരു വട്ടം കൂടി ആലോചിക്കണം. ഇത് അദ്ദേഹത്തിന് കേസ് വന്നത് കൊണ്ടല്ല, കേസ് വരുന്നതിന് മുമ്പ് അദ്ദേഹത്തെ KPCC പുറത്താക്കിയത് നിങ്ങൾ തന്നെ പറയുന്നത് ആ KPCCയുടെ പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും നിരവധി പരാതികൾ കിട്ടുകയും ആ പരാതി വസ്തുതാപരമാണെന്നും അതിൽ കഴമ്പുണ്ടെന്നും നിരവധി പെൺകുട്ടികളെ ലൈംഗികമായി ഉപദ്രവിച്ചിട്ടുണ്ടെന്നും സ്ത്രീകളെ ഉപദ്രവിച്ചിട്ടുണ്ടെന്നും കേരളത്തിലെ ഉന്നതയായ IAS ഓഫീസറെ, ഒരു മുതിർന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും സജീവമായി നിൽക്കുന്ന സ്ത്രീ അടക്കമുള്ള നിരവധി ആൾക്കാരെ, ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയൊക്കെ നിരവധി ആൾക്കാരെ അയാൾ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു ലൈംഗിക പീഡകനായ സെക്ഷലി പെർവേർട്ടായ ഒരാൾക്ക് വേണ്ടി KPCCയുടെ മുഖപത്രം CP ശ്രീധരനെ പോലുള്ള മുതിർന്ന ഏറ്റവും സമൂഹം അംഗീകരിക്കുന്ന നേതാക്കൾ പത്രാധിപരായിരുന്ന ഒരു സ്ഥാപനത്തിൽ വെച്ച് ഇത്തരം ഒരു മുഖപ്രസംഗം വരുന്നത് കേരളത്തിന് അപമാനമാണ്. കേരള സാമൂഹ്യ മണ്ഡലത്തിൽ പത്രപ്രവർത്തകർക്ക് അപമാനമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ജാമ്യത്തിലേക്ക് വന്നാൽ എന്താ മുൻകൂർ ജാമ്യത്തിന്റെ സാഹചര്യം? മുൻകൂർ ജാമ്യം എന്ന് പറയുന്നത് നമ്മുടെ നിയമവ്യവസ്ഥയിൽ വളരെ പ്രധാനപ്പെട്ട, വളരെ ഗൗരവത്തിൽ ഉപയോഗിക്കേണ്ട ഒരു വകുപ്പാണ്. എന്താ മുൻകൂർ ജാമ്യത്തിൻ്റെ പ്രശ്നം? ഒരാളുടെ പേഴ്സണൽ ലിബർട്ടി എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21 പ്രകാരം വളരെ സുപ്രധാനമായ ഒരു ഭരണഘടനാ അവകാശമാണ്. ആർട്ടിക്കിൾ 21 എന്നീ ഘടകവിരുദ്ധമായ സംഗതിയാണ് ഒരാളെ ജയിലിൽ അടക്കുക എന്നുള്ളത്. ജയിലിൽ അടക്കണമെങ്കിൽ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ മാത്രമേ പാടുള്ളൂ. എനിക്കോ നിങ്ങൾക്കോ യാത്ര ചെയ്യുന്ന ഒരാളെയും തടഞ്ഞു വെക്കാനോ പിടിച്ചു നിർത്താനോ ജയിലിലടക്കാനോ നമ്മുടെ ഭരണഘടന പ്രകാരം ഒരാൾക്കും അവകാശമില്ല. ഒരാളെ ജയിലിലടക്കണമെങ്കിൽ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ആയിരിക്കണം. അങ്ങനെയാണ് എന്താ, അയാൾക്കെതിരെ ജാമ്യമില്ല വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ആ കേസിൽ അയാൾക്ക് ജാമ്യം കിട്ടാൻ സാധ്യത ഉള്ള വകുപ്പുകളാണെങ്കിൽ, ജാമ്യമില്ല വകുപ്പ് എന്ന് പറയുന്നത് കോഗ്നിസബിൾ ഒഫൻസ് എന്താണ്, നോൺ ബെയിലബിൾ ഒഫൻസ് ആണ് എന്താണെന്ന് BNSSൽ കൃത്യമായി പറയുന്നുണ്ട്. അങ്ങനെ 3 വർഷത്തിൽ മേലെ തടവ് ലഭിക്കുന്ന ഗുരുതരമായ കുറ്റകൃത്യങ്ങളെയാണ് സാധാരണ നിലയിൽ ജാമ്യമില്ലാ വകുപ്പുകളായി കണക്കാക്കുന്നത്. എന്നാൽ 7 വർഷത്തിന് താഴെ അത് ശിക്ഷയുള്ളൂവെങ്കിൽ അർണേഷ് കുമാർ കേസിൽ സുപ്രീം കോടതി പറയുന്നത് അത്തരം കാര്യത്തിൽ അറസ്റ്റ് ആവശ്യമില്ല. അപ്പോൾ 7 വർഷത്തിന് മുകളിൽ തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യമാണെങ്കിൽ അയാളുടെ അറസ്റ്റ് ആവശ്യമാണ്. അറസ്റ്റ് എന്തിനാ? അറസ്റ്റ് തെളിവ് ശേഖരിക്കാൻ വേണ്ടി അറസ്റ്റ് ആവശ്യമാണ്. ഇപ്പോൾ ഇതിൽ അയാൾ ശബ്ദ സാമ്പിൾ പരിശോധിക്കാൻ അറസ്റ്റ് ആവശ്യമാണ്. വല്ല സംഗതി റിക്കവർ ചെയ്യണമെങ്കിൽ നേരത്തെ CRPC 127 പ്രകാരം പ്രതിക്ക് മാത്രം അറിവുള്ള, പ്രതിയുടെ മാത്രം ഉള്ളിൽ അറിയുന്ന കാര്യം അത് ഈ കേസിൻ്റെ ഒരു തെളിവിലായി വരണമെങ്കിൽ ആ പ്രതിയെ അറസ്റ്റ് ചെയ്ത് പോലീസ് കസ്റ്റഡിയിൽ ചോദ്യ സമയത്ത് വെളിവാകുന്ന കാര്യമനുസരിച്ച് അയാൾ ലീഡ് ചെയ്തുകൊണ്ട് ആ തെളിവ് സാധനം റിക്കവർ ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഒരാളെ ഡീറ്റെയിൻ ചെയ്ത് വെക്കുന്നത്. പിന്നെ ആ കുറ്റകൃത്യം ഗുരുതരമാണെങ്കിൽ സമൂഹത്തിന് കൃത്യമായ സന്ദേശം നൽകാനും ഈ ഡിറ്റൻഷൻ ആവശ്യമാണ്. സുപ്രീം കോടതി പല കേസുകളിലും പറഞ്ഞത് ഉന്നതന്മാരായ പ്രതികൾ അവർക്ക് വളരെ ഗൗരവമുള്ള കുറ്റകൃത്യങ്ങളിൽ നിസ്സാരമായി ജാമ്യം ലഭിക്കുന്ന ഘട്ടം വന്നാൽ തെറ്റായ സന്ദേശം സമൂഹത്തിനുണ്ടാകും. ഈ കാര്യത്തിൽ അയാൾ എന്താ പറയുന്നത്, എനിക്ക് അവരുമായിട്ട് സൗഹൃദം ഉണ്ടായിരുന്നു, അവർ വിവാഹിതയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് സൗഹൃദമുണ്ടാക്കിയത്, അവർ അബോർഷൻ നടത്തിയത് ഞാനല്ല. മാത്രമല്ല അവർ തമ്മിൽ സംഭാഷണം ആ ഇരയാക്കപ്പെട്ട വിക്ടിമായ ലേഡി സൂക്ഷിച്ചു വെച്ചത് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ നിയമവിരുദ്ധമായ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നാണ് അത് പറയുന്നത്. പ്രഥമദൃഷ്ട്യാ ഇതിൻ്റെ എവിഡൻഷ്യറി വാല്യൂ ഒരു മുൻകൂർ ജാമ്യം പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഒരു കോടതി നോക്കാൻ കഴിയില്ല. വിശാലമായ കേസ് ട്രയൽ സമയത്ത് നടക്കുന്ന ഓരോ തെളിവുകളും പരിശോധിച്ച്, ഓരോ മുതലുകളും പരിശോധിച്ച്, ഓരോ രേഖകളും പരിശോധിച്ച് ഇത് ഈ കുറ്റകൃത്യം നടക്കുന്നതാണോ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നതാണെന്ന് പരിശോധിക്കാൻ ഈ ഘട്ടത്തിൽ സാധ്യമല്ല. അതിന് പകരം പ്രഥമദൃഷ്ട്യാ അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടോ,
അയാളുടെ ഡീറ്റൻഷൻ ആവശ്യമാണോ, അയാൾക്ക് ഇപ്പോൾ ഒരു പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ഒഴിവാകുന്ന രീതിയിൽ മുൻകൂർ ജാമ്യം നൽകിയാൽ അത് ഈ കേസിൻ്റെ അന്വേഷണത്തെ ദോഷകരമായി ബാധിക്കുമോ? ഈ മൂന്ന് കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട സെഷൻസ് ജഡ്ജിക്ക് ചെയ്യാനുള്ളത്. പക്ഷേ കേരളത്തിലെ ജുഡീഷ്യറിയിൽ നടക്കുന്ന ചില സംഗതികൾ, ഞാനിപ്പം ആസ് എ പ്രാക്ടീസിങ് ലോയർ എന്നതിൽ ചില കാര്യങ്ങൾ പറയാൻ പരിമിതിയുള്ളതുകൊണ്ട് അതിൻ്റെ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. വേടനിയും വിജയബാബു എന്ന് പറയുന്ന സംവിധായകനും കേരള ഹൈക്കോടതി കേസുകളിൽ മുൻകൂർ ജാമ്യം കൊടുത്തത് തെറ്റായ സന്ദേശമാണെന്ന് പല ഘട്ടങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രിവിലേജായ മനുഷ്യന്മാർക്ക് അവർ ചെയ്ത കുറ്റകൃത്യങ്ങളെ പരിഗണിക്കാതെ അവർക്ക് മുൻകൂർ ജാമ്യം നൽകുന്നത് തീർച്ചയായും തെറ്റായ സന്ദേശം നൽകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ നിലവിലുള്ള ഇത്തരം ഒരു കേസിൽ കൂടുതൽ പറയുന്നത് ഉചിതമല്ല.